എൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളെ നമസ്കാരം. നിങ്ങൾക്കെല്ലാവരും എൻ്റെ ഈ മാത്സ് ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സംഖ്യകളെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. ഇവയുടെ സങ്കലനവും വ്യവകലനവും അതുപോലെ തന്നെ ഗുണനവും ഹരണവുമാണ് നമ്മൾ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് പെട്ടെന്ന് പഠിക്കാൻ കഴിയും. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് വേഗം പഠിക്കാൻ കഴിയും. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കാർട്ടിൻ്റെ നേരത്തെ ആ പഴവണ്ടിക്കുമേ 3 കുതിരകളെ കൊണ്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പഴവണ്ടിയുമേ അനുഭവപ്പെടുന്ന കുതിരശക്തി എത്രയായിരിക്കും നമുക്കറിയാം. എത്രയായിരിക്കും? 3 കുതിരശക്തി വലത്തോട്ട്, അല്ലേ? ഈ വലത്തോട്ടുള്ള സംഖ്യകൾ പോസിറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇപ്പോൾ എത്ര പോസിറ്റീവ് കുതിരശക്തി ഉണ്ട്? 3 കുതിരശക്തി പോസിറ്റീവ് ഉണ്ട്. അപ്പോൾ പോസിറ്റീവ് 3 എന്നാണ് അതിനെ വിളിക്കുക. അപ്പോൾ ഇവിടെ ഈ കാർട്ടിൽ അനുഭവപ്പെടുന്ന ബലം എത്രയാണ് എന്ന് ചോദിച്ചാൽ പോസിറ്റീവ് 3 എന്ന് പറയാം. എന്താണ് എത്രയാണ് ഈ കാർട്ടിൽ അനുഭവപ്പെടുന്നത്? പോസിറ്റീവ് 3. ഇനി ഞാൻ നോക്കുക, ആ സമയത്ത് ഇപ്പോൾ 2 കുതിരകളെ കൂട്ടി ഈ നിങ്ങളുടെ വലത്തുഭാഗത്ത് ഞാൻ കെട്ടുന്നു. എത്ര കുതിരകളെ? 2 കുതിരകളെ കൂടി ഞാൻ വലത്തുഭാഗത്ത് കെട്ടുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? 2 കുതിരശക്തി കൂടി വലത്തുഭാഗത്ത് കൂടും, അല്ലേ? അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ 3 പോസിറ്റീവ് 3 കുതിരശക്തി ഉണ്ടായിരുന്ന സമയത്ത് 2 കുതിരകളെ കൂടി വലതുഭാഗത്ത് കെട്ടുകയാണെങ്കിൽ വലതുഭാഗത്ത് 2 കുതിരശക്തി കൂടും. അതായത് പോസിറ്റീവ് കുതിരശക്തി 2 കൂടും. അപ്പോൾ നമുക്ക് ആകെ കുതിരശക്തി എത്ര കണ്ടുപിടിക്കണം? എന്ത് ചെയ്യണം? പോസിറ്റീവ് 3 കുതിരശക്തിയെ കൂടെ പോസിറ്റീവ് 2 കുതിരശക്തിയാണ് കൂടുന്നത് എന്നതുകൊണ്ട് ആകെ എത്ര കുതിരശക്തി ഇവിടെ അനുഭവപ്പെടുന്നു നമുക്കറിയാം. 5 കുതിരശക്തി നമുക്കറിയാം. ഈ ദിശയിൽ തന്നെയായിരിക്കും ബലം വരിക, ക്യാൻസലായി ചെയ്ത് പോകുന്നൊന്നുമില്ല. അതുകൊണ്ട് ആകെ എത്ര കുതിരശക്തി എന്ന് പറയാം? 5 കുതിരശക്തി വലത്തോട്ട്, അതായത് 5 കുതിരശക്തി പോസിറ്റീവ്, അല്ല? ആകെ അനുഭവപ്പെടുന്ന ബലം ഇവിടെ എത്രയായിരിക്കും? പോസിറ്റീവ് 5 കുതിരശക്തിയാണ്. നിങ്ങൾക്ക് കണ്ടാലറിയാം, അല്ലേ? അപ്പോൾ ഇതിന് എന്തൊരു തത്വം നമുക്ക് മനസ്സിലാക്കാം. പോസിറ്റീവ് 3 കുതിരശക്തിയുടെ പോസിറ്റീവ് 2 കുതിരശക്തി കൂട്ടുമ്പോൾ എന്താ ചെയ്യുന്നത്? സാധാരണ പോലെ നമുക്ക് സംഖ്യകൾ കൂട്ടുന്ന അതേ ഫലം തന്നെ കിട്ടുമെന്ന് മനസ്സിലായി, അല്ലേ? അപ്പോൾ പോസിറ്റീവ് 5 കുതിരശക്തിയാണ് ഉണ്ടാകുന്നത് നമുക്ക് കണ്ടറിയുന്നത് കൊണ്ട് നമുക്ക് പറയാം അതിന് വേറെ വിശദീകരണം ആവശ്യമില്ല, ഇല്ലല്ലോ. അപ്പോൾ പോസിറ്റീവ് 3ൻ്റെ കൂടെ പോസിറ്റീവ് 3 കൂട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ പറഞ്ഞേ, എന്താ ചെയ്യേണ്ടത്? സാധാരണ സംഖ്യകൾ കൂട്ടുന്ന പോലെ കൂട്ടി പോസിറ്റീവ് ചിഹ്നം ഇട്ടാൽ മതി. അപ്പോൾ നമുക്കത് ബോർഡിൽ ഒരെണ്ണം ഉദാഹരണം എഴുതാം. പോസിറ്റീവ് എന്നുള്ളത് ഇങ്ങനെ ഈ ചിഹ്നം ചെറിയൊരു കുരിശിൻ്റെ പോലെ ആണ് നമുക്ക് എന്ത് ചെയ്തുക? പ്ലസ്സിന് ചെറുതാക്കി എഴുതുക. സാധാരണ നമ്മൾ കൂട്ടുക എന്നുള്ള ഉപയോഗിക്കുന്ന ചിഹ്നം പ്ലസ് ആണ്. പ്ലസിൻ്റെ അർത്ഥം വേറെയാണ്, കൂട്ടുക എന്നുള്ളതാണ്. അത് വളരെ ചെറുതാക്കി എഴുതുകയാണെങ്കിൽ അത് പോസിറ്റീവ് എന്ന് പറയും. സംഖ്യയുടെ ഇടതുഭാഗത്ത് മുകളിലായിട്ടാണ് അത് എഴുതേണ്ടത്. പോസിറ്റീവ് എന്ന് പറയും. അതിനെങ്ങനെ എഴുതും? അപ്പോൾ പോസിറ്റീവ് 3 ഇങ്ങനെ എഴുതും. എന്ന് വെച്ചാൽ വലത്തോട്ടുള്ള കുതിരശക്തി 3. പിന്നെ അവിടെ തന്നെ എന്താണുള്ളത്? പോസിറ്റീവ് 2 കുതിരശക്തിയാണ് പിന്നെ നമ്മൾ ചേർത്തത്, അല്ലേ? നമ്മളിവിടെ കെട്ടുകയാണ് കുതിരനെ കൊണ്ട് ചെയ്തത്, അപ്പോൾ കൂട്ടുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് വലതുഭാഗത്ത് ആകെ എത്ര ശക്തി അനുഭവപ്പെടുന്നത് വെച്ചാൽ നമുക്ക് കണ്ടറിയാം. എത്ര ശക്തി അനുഭവപ്പെടുക? 5, അല്ലേ? അപ്പോൾ ഫലമായിട്ടുണ്ടാകുന്ന കുതിരശക്തി 5 ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ എന്താണ് ഉത്തരം വരിക? 5 ആണ് ഉത്തരം വരേണ്ടത്, അല്ലേ? കൂടുമ്പോൾ ആകെ പരിണിതഫലമായി ഉണ്ടാകുന്ന ബലം 5 ആണെന്ന് നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ, അത് കണ്ടാൽ തന്നെ അറിയാം. ഇതിൽ നമുക്കൊരു നിയമം ഉണ്ടാക്കണമെന്ന് പറയാം. പോസിറ്റീവും കൂട്ടുകയാണെങ്കിൽ സാധാരണ സംഖ്യകൾ പോലെ കൂട്ടി വരുന്നതായിരിക്കും ഉത്തരമായി വരിക, അല്ലേ? അപ്പോൾ ഇതിൽ നമുക്കൊരു നിയമം ഉണ്ടാക്കാൻ സാധിക്കും. പോസിറ്റീവും കൂട്ടുമ്പോൾ സാധാരണ സംഖ്യകൾ പോലെ കൂട്ടി പോസിറ്റീവ് ചിഹ്നം ഇടുക എന്നൊരു നിയമം ഉണ്ടാക്കാമല്ലോ. നിങ്ങൾക്ക് തന്നെ സ്വയം കണ്ടെത്തിയില്ലേ നിങ്ങൾ? അപ്പോൾ കൂടുതൽ വിശീലനം ആവശ്യമില്ലല്ലോ, ഇല്ല. ഇനി നമുക്ക് പോസിറ്റീവ് സംഖ്യയും നെഗറ്റീവ് സംഖ്യയും കൂട്ടുമ്പോൾ എന്തായിരിക്കും ഉണ്ടാകുക എന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഇതുമ്മേ 5 കുതിരശക്തി അനുഭവപ്പെടുന്നുണ്ട്.
ഇതിൽ ഞാൻ 2 കുതിരശക്തി ഇവിടെ കൊണ്ട് കെട്ടുകയാണെന്ന് വിചാരിക്കുക. 2 കുതിരകൾ ഇടത്ത് ഭാഗത്ത് കൊണ്ട്, നിങ്ങളുടെ ഇടത്ത് ഭാഗത്ത് കൊണ്ട് കെട്ടുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കുതിരയെ കെട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം കുതിര കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ സമ്മതത്തിൽ നമ്മൾ കൂട്ടുകയാണ് വേണ്ടത് നമുക്കറിയാം, അല്ലേ? അപ്പോൾ 5 കുതിരശക്തി ഉള്ള സമയത്ത് പോസിറ്റീവ് 5 കുതിരശക്തി അനുഭവപ്പെടുന്ന സമയത്ത് ഇടതുഭാഗത്താണ് കെട്ടിയിട്ടുള്ള 2 ഇടതുഭാഗത്തെ കുതിരകളെ പറയാൻ നെഗറ്റീവ് എന്നാണ്. കാരണം എതിർ ദിശയിലാണ്. അതുകൊണ്ട് ഇവയെ സൂചിപ്പിക്കുന്ന സംഖ്യ നെഗറ്റീവ് എന്ന സംഖ്യ കൊണ്ടായിരിക്കും. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചിരുന്നു. അപ്പോൾ ഇതിന് നെഗറ്റീവ് എങ്ങനെ എഴുതുക എന്ന് വെച്ചാൽ കുറയ്ക്കുക എന്ന ചിഹ്നം തന്നെ ചെറുതാക്കി എഴുതുക. ചെറിയൊരു വരയാണെങ്കിൽ ഇതിന് നെഗറ്റീവ് എന്ന് പറയും. സാധാരണ നമ്മൾ വര വരയ്ക്കും മൈനസ് എന്ന് പറയും. അത് ചെറുതാക്കി വരയ്ക്കുകയും ഈ പ്ലസ് ഇതിൻ്റെ സ്ഥാനത്ത് ഈ ചെറിയ ആ വര ഇടുകയാണെങ്കിൽ നെഗറ്റീവ് എന്ന് പറയും. അപ്പോൾ ഇതിവിടെ നെഗറ്റീവ് 2 കുതിരകളാണ് ഇപ്പോൾ ചേർന്നിട്ടുള്ളത്, അല്ലേ? അപ്പം നമ്മളിപ്പോൾ ഇതിൻ്റെ കൂടുകയാണ് ചെയ്തില്ല, കൂട്ടുകയാണ് വേണ്ടത്. ആ പോസിറ്റീവ് 5 കുതിരശക്തി ഉണ്ടായിരുന്ന സമയത്ത് അതിൻ്റെ കൂടെ കൂടി നെഗറ്റീവ് 2 കുതിരകളാണ് കൂടി, അല്ല എതിർ ദിശയിൽ ഇടതുവശത്താണ്, അല്ലേ? അപ്പോൾ നെഗറ്റീവ് 2 കുതിരശക്തി ഇങ്ങനെയാണ് എഴുതുക. ഇങ്ങനെ കൂട്ടുമ്പോൾ ഉത്തരം എത്രയാണെന്ന് നിങ്ങൾക്ക് ഇതിൽ നോക്കി അറിയാം. നിങ്ങൾ നോക്കി പറഞ്ഞ് എത്ര കുതിരശക്തി ഉണ്ടാവുന്നു. കാരണം ഇതിലത്തെ ഇവിടെ വലിക്കുന്ന കുതിരയുടെ ശക്തി ഈ വലിക്കുന്ന ഒരു കുതിരശക്തി കളയും, അല്ലെങ്കിൽ അത് നിർവീര്യമാക്കും, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യും, ഇല്ലാതാക്കും. അപ്പോൾ ഒരു കുതിരശക്തി പോകും. പിന്നെ അടുത്ത കുതിരയുടെ ശക്തി ഈ കുതിരശക്തി കളയും. അപ്പോൾ നമുക്ക് വാസ്തവത്തിൽ നമുക്ക് ആകെ കൂടി കിട്ടുന്ന ബലത്തിലേക്ക്, ആകെ എന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാം സങ്കലന ഫലമായി, ഇവയെല്ലാം കൂടിച്ചേർന്നതിൻ്റെ ഫലമായി, ഇതിൻ്റെ സങ്കലനം വഴി, അല്ല കൂടിച്ചേരുമ്പോഴേ സങ്കലനം ചെയ്യുക, ഇവയെല്ലാം കൂടിച്ചേരേണ്ടായത് എല്ലാ കുതിരശക്തിയും കൂടിച്ചേർന്നപ്പോൾ, അത് ടോട്ടൽ കാണുമ്പോൾ, ആകെ കണക്കൂട്ടുകയാണെന്നറിയാം എത്രയാണ് വരിക. നമുക്ക് 3, 2, 5, 2, 7 കുതിരശക്തി കിട്ടൂ ഇല്ല എന്ന് നമുക്കറിയാം. ആകെ പറയുന്നതിന് പകരം കുതിരശക്തി കുറയുകയാണ് ചെയ്യുന്നത്, നമുക്ക് കണ്ടാലറിയാം, ഇല്ലേ? അത് നിങ്ങൾ തന്നെ പറഞ്ഞ എത്ര കുതിരശക്തി അനുഭവപ്പെടും. ഈ 5 കുതിരശക്തിയിൽ 2 കുതിരശക്തിയുടെ ശക്തി പരസ്പരം ക്യാൻസൽ ചെയ്തു പോകും, ഇല്ലാതായിപ്പോയി. ബാക്കി ആകെ തുകയായിട്ട് കിട്ടുന്ന ഫലം എത്രയായിരിക്കും? 3 ആയിരിക്കും, അല്ലേ? അത് ഏത് ദിശയിലായിരിക്കുമെന്ന് പറയാൻ പറ്റുമോ? വലത്തോട്ടായിരിക്കും, ഇടത്തോട്ടായിരിക്കും കുതിരശക്തി അനുഭവപ്പെടുക? ഇടത്തോട്ടായിരിക്കും, അല്ല വലത്തോട്ടായിരിക്കും, വലത്തോട്ടായിരിക്കും എന്ന് പറഞ്ഞാൽ വലത്തോട്ടായിരിക്കും, അല്ലേ? അപ്പോൾ ഇതിന് നമ്മൾ വലത്തോട്ടുള്ള കുതിരശക്തിയെ പോസിറ്റീവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉത്തരം എത്രയായിട്ട് വരും? പോസിറ്റീവ്, അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് ഇതൊരു പോസിറ്റീവ് സംഖ്യയും ഒരു നെഗറ്റീവ് സംഖ്യയും കൂട്ടുമ്പോൾ സാധാരണ ഉത്തരം അല്ല വരിക എന്ന് ബോധ്യപ്പെട്ടു, ഇല്ലേ? നിങ്ങൾ എന്തായിരിക്കും ഉത്തരത്തിന് എന്താണ് നിങ്ങൾ കണ്ടുപിടിച്ചതിൻ്റെ ഉത്തരം? ഇവിടെ വന്ന് ഉത്തരവുമായി നോക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടതാണ് ഇവയുടെ വ്യത്യാസമാണ് ഉത്തരമായി വരുന്നത്, അല്ലേ? അല്ലാതെ ഇവയുടെ സാധാരണ സംഖ്യയുടെ തുക പോലെയുള്ള അല്ല വരുന്നത്. ഇത് കുറഞ്ഞ് 2 എണ്ണം കുറയുകയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലായി, അല്ലേ? കുറയുമ്പോൾ വ്യത്യാസം കാണാമെന്ന് നമുക്കറിയാം, അല്ലേ? അപ്പോൾ ഇതിനെന്ത് മനസ്സിലാക്കാൻ നമുക്ക്? ഒരു പോസിറ്റീവും നെഗറ്റീവും കൂട്ടുമ്പോൾ എന്താ ചെയ്യേണ്ടത്? അവിടെ വ്യത്യാസമാണ് ഉത്തരമായി വരിക, വ്യത്യാസം കാണാം. എന്നിട്ട് ഏത് ഭാഗത്തായിരിക്കും ബലമുണ്ടാകുക? ഒന്നൊക്കെ ഈ കൂടുതലുള്ള ഭാഗത്തേക്കാണ്, അല്ലേ? ക്യാൻസൽ ചെയ്ത് ബാക്കിയുള്ള ഭാഗം ഏത് ഭാഗത്താണ് അവിടേക്കാണ് ബലം വരിക, അല്ലേ? അപ്പോൾ ഏത് ദിശയെ സൂചിപ്പിക്കുന്നത് വലത്തോട്ടായിരിക്കണം. വലത്തോട്ട് നമ്മൾ എന്തെന്നാണ് പറഞ്ഞത്? പോസിറ്റീവ്. ഉത്തരം എന്താ വരെ? പോസിറ്റീവ്. അപ്പോൾ നമുക്ക് ഇതിന് എന്തൊരു നിയമം ഉണ്ടാക്കാം? സങ്കലനം. ഒരു പോസിറ്റീവ് സംഖ്യയും ഒരു നെഗറ്റീവ് സംഖ്യയും തമ്മിൽ സങ്കലനം ചെയ്യുമ്പോൾ, അത് കൂട്ടുമ്പോൾ അവയുടെ വ്യത്യാസം കണ്ട് എന്ത് ചെയ്യാണ് വേണ്ടത്? വ്യത്യാസം കണ്ട് ഏത് ഭാഗത്താണ് ചിഹ്നമിടേണ്ടത്? കൂടുതലുള്ള ഭാഗത്ത്, അല്ലേ? അതാണ് അടുത്ത നിയമം. അപ്പോൾ ഒരു നേരത്തെ പഠിച്ച് പോസിറ്റീവ് കൂട്ടുകയാണെങ്കിൽ ആ പോസിറ്റീവ് സാധാരണ സംഖ്യകളെ പോലെ കൂട്ടി പോസിറ്റീവ് ചിഹ്നമിടുക. പിന്നെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് സംഖ്യയും കൂട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അത് നമ്മൾ ചെയ്യേണ്ടത് വ്യത്യാസം കണ്ട്, അവയുടെ വ്യത്യാസം കണ്ട്, അതായത് വലുതിന് ചെറുത് കുറയ്ക്കുകയാണ് വ്യത്യാസം കാണാമെന്ന് പറഞ്ഞാൽ, എന്നിട്ട് വലുതിൻ്റെ ചിഹ്നമിടുക എന്നും പറയാം. അപ്പോൾ നമ്മൾ 2 നിയമം നിങ്ങൾ തന്നെ കണ്ടെത്തിയില്ലേ? ഇനി നമുക്ക് നെഗറ്റീവും എങ്ങനെയാണ് കൂട്ടുക എന്ന് പഠിക്കാം. ഇപ്പോൾ നോക്കുക, ഇവിടെ ആണ് 5 കുതിരശക്തി എന്ന് വിചാരിക്കുക.
ഇടതുഭാഗത്താണ് 5 കുതിരശക്തി അനുഭവപ്പെടുന്നത് എന്ന് വിചാരിക്കും. ഇപ്പോൾ ഇടതുഭാഗത്ത് 5 കുതിരശക്തി ഉണ്ട് അല്ലേ? അപ്പോൾ കാർട്ട് എവിടേക്കാണ് നീങ്ങാൻ നിങ്ങൾക്കറിയാം, ഇടതുഭാഗത്തേക്കായിരിക്കും നീങ്ങുക. 5 കുതിരശക്തിയിൽ ഇടതുഭാഗത്തേക്ക് നീങ്ങും. ഇനി ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വലതു ഭാഗത്ത് 2 കുതിരകളെ കണ്ടിട്ട് എന്താണ് 2 കുതിരകളെ കണ്ടിട്ട് അപ്പോൾ ഇടതോട്ടുള്ള നെഗറ്റീവ് സംഖ്യകൾ കൊണ്ട് സൂചിപ്പിക്കാൻ നമുക്ക് മനസ്സിലായി, വലതോട്ട് ഉള്ളതിനെ പോസിറ്റീവ് സംഖ്യകളെ കൊണ്ട് മനസ്സിലായി. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉള്ളതിൽ നെഗറ്റീവ്, അതായത് 5 ഇടതുവശത്താണ്, അതുകൊണ്ട് നെഗറ്റീവ് 5 കുതിരയെ കൂടെ. പിന്നെയുള്ളത് പോസിറ്റീവ് കുതിരശക്തി 2. ഇങ്ങനെയായിരുന്നെങ്കിലോ എന്തായിരിക്കും ഉത്തരം വരിക? കാരണം ഇടതുഭാഗത്ത് നെഗറ്റീവ് 5 കുതിരശക്തിയുണ്ട്. ഇപ്പോൾ ഇവിടെ വലത്തോട്ട് 2 കുതിര കെട്ടിന്, അതുകൊണ്ട് വലത്തോട്ട് പോസിറ്റീവ് 2 കുതിരശക്തിയുണ്ട്. അപ്പോൾ ഇടത്തോട്ട് നെഗറ്റീവ് 2 കുതിരശക്തിയും വലത്തോട്ട് പോസിറ്റീവ് 2 കുതിരശക്തിയാണ്. ഇത് ആകെ കൂടിച്ചേർന്നാൽ നമുക്കിതെല്ലാം കെട്ടുകയാണ് ചെയ്തിട്ടുള്ളത്, കൂട്ടുകയാണ് വേണ്ടത്. കൂട്ടുമ്പോൾ എത്ര കുതിരശക്തി ഉണ്ടാവും നമുക്കറിയാം. എങ്ങനെയാണ്? ഇടത്തോട്ടുള്ള ഒരു കുതിരശക്തിയിലും വലത്തോട്ടുള്ള കുതിരശക്തി നമ്മൾ ക്യാൻസലായി പോകും, ഇല്ലാതായി പോകും. അതുപോലെ അടുത്ത 2 കുതിരകളുടെ ശക്തി ഇവിടെ ക്യാൻസലായി പോകും. ബാക്കി എത്ര കുതിരശക്തിന് ഉൾപ്പെടുള്ളൂ? 3 കുതിരശക്തിയാണ് ഉൾപ്പെടുള്ളൂ അല്ലേ? അത് അപ്പോൾ ഉത്തരം 3 കുതിരശക്തി. എങ്ങോട്ടായിരിക്കും? വലത്തോട്ടോ നെഗറ്റീവോ? നിങ്ങൾ തന്നെ പറയും, അത് കണ്ടറിയാൻ നിങ്ങൾ പറയുന്നത് ഏതിന്? ഇടത്തോട്ട്. അപ്പോൾ എന്ത് ചിഹ്നമാണ് വരിക? ഇടത്തോട്ട് കുതിരൻ്റെ നെഗറ്റീവ് എന്ന് നമ്മൾ നിശ്ചയിച്ച് കഴിഞ്ഞതാണ്. അപ്പോൾ നെഗറ്റീവ്. അപ്പോൾ ഇതിൽ ഉത്തരം നെഗറ്റീവ് വന്നേ. കാരണം ഇതിൽ സംഖ്യ ഏതായിരുന്നു വലുത്? നെഗറ്റീവ് അല്ലേ? അപ്പോൾ നമുക്കൊന്നും കൂടി ഉറപ്പായി. ഇപ്പോൾ നെഗറ്റീവും പോസിറ്റീവും കൂട്ടുമ്പോഴും വ്യത്യാസമാണ് ഉത്തരം വരുന്നത്. അത് ചിഹ്നം വരുന്നത് ഏതാണ്? ഇതിനെ ചിഹ്നം എന്നാണ് പറയുക. പോസിറ്റീവ് നെഗറ്റീവിനെ ചിഹ്നം എന്നാണ് പറയുക. ആ ചിഹ്നം ഏതാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നാണ് ചോദ്യം. എന്താണ് വരിക ചിഹ്നം? ഈ കേസിൽ എന്താണ് വന്നത്? നെഗറ്റീവ്, അതായത് വലുതിൻ്റെ ചിഹ്നം. അപ്പോൾ പോസിറ്റീവും കൂട്ടുന്നതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പഠിച്ചു. പോസിറ്റീവ് നെഗറ്റീവ് കൂട്ടുമ്പോൾ വ്യത്യാസമാണെന്ന് പഠിച്ചു. അതിൽ വലുതിൻ്റെ ചിഹ്നം വരും. 2 ഉദാഹരണങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പോൾ നമുക്കൊരു നെഗറ്റീവും പോസിറ്റീവും കൂട്ടുന്നതിൻ്റെ നിയമം വേറെയാണെന്ന് മനസ്സിലായി. എന്താണ് അത്? വലുതിന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇടുക. അഥവാ മറ്റു തരത്തിൽ പറഞ്ഞാൽ വ്യത്യാസം കണ്ടതിന് ശേഷം അവിടെ വലുതിൻ്റെ ചിഹ്നം ഇട്ടാൽ ഉത്തരമായി എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി നോക്കുക, ഇപ്പോൾ ഇവിടെ ഇടത്തോട്ട് നെഗറ്റീവ് 2 കുതിരശക്തിയാണ് ഉള്ളത്. അപ്പോൾ നെഗറ്റീവ് 2 കുതിരശക്തി ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ 3 കുതിരശക്തി, 3 കുതിരകളുണ്ട് ഇടത്തുഭാഗത്ത് തന്നെ കെട്ടിയും വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എത്ര കുതിരശക്തി ഇത് അനുഭവപ്പെടും? അപ്പോൾ നെഗറ്റീവ് 2 കുതിരശക്തി ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ 3 കുതിരശക്തി കൊണ്ട് ഇടത്തുഭാഗത്ത് കൂട്ടി. അപ്പോൾ എത്ര ഉത്തരം വരിക? ശക്തി ഏത് ഭാഗത്ത്? ഉത്തരം ആകെ എത്ര കുതിരശക്തിന് പെടും? ഇടത്ത് ഭാഗത്ത് തന്നെ 5 കുതിരശക്തിന് പെടും. അതുകൊണ്ട് ഉത്തരം 5 ആയിരിക്കും. അത് നെഗറ്റീവായിരിക്കും അല്ലേ? ഇടത് ഭാഗത്ത് തന്നെയാണ് ചിഹ്നം ഇടേണ്ടത്, ഇടത് ഭാഗത്ത്. അപ്പോൾ നെഗറ്റീവും കൂട്ടുമ്പോൾ എന്താ ഉത്തരം വരേണ്ടതെന്ന് മനസ്സിലായി. സാധാരണ പോലെ സങ്കലനം ചെയ്യുക, കൂട്ടുക, എന്നിട്ട് നെഗറ്റീവ് ചിഹ്നം ഇടുക. അപ്പോൾ ഇതിൽ നമുക്ക് മൊത്തത്തിലൊരു നിയമം ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ പഠിച്ച കാര്യങ്ങൾ ഒരു നിയമമാക്കി പറയുകയാണെങ്കിൽ പോസിറ്റീവും കൂട്ടുമ്പോൾ സാധാ സംഖ്യകളെ പോലെ കൂട്ടി പോസിറ്റീവ് ചിഹ്നം ഇട്ടാൽ മതി എന്ന് ഒന്നും മനസ്സിലാക്കാം. അതുപോലെ നെഗറ്റീവും കൂട്ടുകയാണെങ്കിൽ സാധാ സംഖ്യകൾ കൂട്ടുന്ന പോലെ കൂട്ടി ഉത്തരം നെഗറ്റീവ് ചിഹ്നം ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഒരു സംഖ്യകളിൽ ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആണെങ്കിൽ വ്യത്യാസം കണ്ട് വലുതിൻ്റെ ചിഹ്നമാണ് ഇടുന്നത്. ഇതിന് മനസ്സിലായി. അപ്പോൾ സങ്കലനത്തെക്കുറിച്ചുള്ള നിയമങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വ്യവകലനത്തെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ പഠിക്കാം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ഇവിടെ നന്ദി, നമസ്കാരം, ബൈ.